മനസ്സ് തന്നെ സ്വയം പലതായിത്തീരുക എന്ന വിഭൂതിയെ കൈക്കൊള്ളും. ഭോക്താവും കർത്താവും ഭോക്തവ്യവുമായി മനസ്സ് മാറും. വലിയൊരു കൊടുങ്കാട്ടിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നുവെന്നും ആളുകളെ വിട്ട് ഒറ്റപ്പെട്ടു പോയെന്നും ആ സമയത്തൊരു കടുവ എന്നെ കടിച്ചു വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുകയാണെന്ന് ഞാൻ കണ്ട് ഭയന്ന് വിറയ്ക്കുന്ന എന്നെയും കടുവയെയും കടിച്ചു വലിക്കലിനെയും ഞാൻ കാണും. മനസ്സിലായില്ല? വളരെ കടുവ എൻ്റെ മനസ്സാണ്, കാട് എൻ്റെ മനസ്സാണ്. ഞാൻ കിടക്കുന്ന വീട്ടിലെ കട്ടിലല്ല, പക്ഷെ ഇപ്പം ഞാൻ വീട്ടിലെ കട്ടിലല്ല, കൊടുങ്കാട്ടിലാണ്. കൊടുങ്കാട്ടിലാണ് വീട്ടിലിരിക്കുന്നത്. വയർക്കുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്, എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയോ ശബ്ദം പുറപ്പെടുവിച്ചു എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്. വിളിച്ചിട്ട് ശബ്ദം കേൾക്കുന്നില്ല, കാട്ടിലാണ്, ആരും കേൾക്കാനില്ല. കടുവ കഴുത്തിൽ പിടിച്ചിരിക്കുകയാണ്, കടുവ വലിച്ചുകൊണ്ട് പോവാണ്. കടുവയും എൻ്റെ മനസ്സാണ്. വേറെ കടുവയൊന്നുമില്ല, മുറിക്കകത്ത് കടുവയൊന്നുമില്ല, കട്ടിലും പുസ്തകമൊക്കെ ഉള്ളു, അതിനിടയിലൊന്നും ഒരു കടുവയില്ല. അപ്പൊ കടുവ എൻ്റെ മനസ്സാണ്, ഞാൻ എൻ്റെ മനസ്സാണ്. എന്നെയും സൃഷ്ടിച്ചു, കാടിനെയും സൃഷ്ടിച്ചു, കൂട്ടുകാരെയും സൃഷ്ടിച്ചു. അവരോടൊപ്പം ഉല്ലസിച്ചാ പോയത്. അവിടെ ചെന്ന് ഒറ്റപ്പെട്ടതും എൻ്റെ മനസ്സ് തന്നെയാണ്. വലിച്ചഴയ്ക്കുന്ന കടുവയും വലിച്ചഴയ്ക്കപ്പെടുന്നതും എൻ്റെ മനസ്സാണ്. വലിച്ചഴയ്ക്കുന്ന കടുവയെയും വലിച്ചിഴയ്ക്കപ്പെടുന്ന എന്നെയും കാണുന്നതും ഞാനാണ്. സർവം ഞാനാണ്, ഏകാന്തമായി. രാവിലെ ഏറ്റപ്പോൾ ആഹാരത്തിൻ്റെ രുചി കുറഞ്ഞു, കക്കൂസിൽ പോയില്ല, ഉറക്കച്ചടവുണ്ട്, തലവേദനയുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. പോയി നോക്കിയപ്പോൾ പ്രഷർ കൂടിയിട്ടുണ്ട്. ഒരൊറ്റ സുഖം. ഇതിന് സ്വപ്നത്തിലെ ഭയം ഇങ്ങനെ എടുത്തു കളയും. ഇത് ശാരീരിക അവസ്ഥയിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ എന്തു ചെയ്യും? ചോദ്യം മനസ്സിലായില്ല, ചോദ്യം പിടികിട്ടില്ല. എപ്പോൾ തിരിച്ചറിയാൻ? ഉണർന്നു കഴിഞ്ഞാൽ തിരിച്ചറിയുമ്പോഴേക്ക് ശാരീരിക ഭാവമൊക്കെ വന്നില്ലേ? കുട്ടിയാണ് കിടന്ന് മുള്ളിയും കഴിഞ്ഞില്ലേ? മനസ്സിലായില്ല? മസ്തിഷ്കത്തിന്റെ ഡെഫിക്കേറ്റിംഗ് സെന്ററിലേക്ക് ഒറിജിനൽ പോലെ കിടന്ന് മുള്ളിയില്ലേ? മുതിർന്നവനാണ് പ്രേമഭാജനത്തോടൊപ്പം സഹശയനം നടത്തുന്നതായി സങ്കല്പിച്ചാണ് കിടക്കുന്നത്. രാവിലെ ബെഡ് നനയില്ലേ? ഇത്രയും ശാരീരിക പ്രക്രിയ നടക്കുമെങ്കിൽ എന്തെന്ത് ശാരീരിക പ്രക്രിയയാണ് ഒരു സ്വപ്നത്തിൽ നടക്കാത്തത്? മനസ്സിലായില്ല? കുട്ടിയെ സംബന്ധിച്ചും മുതിർന്നവനെ സംബന്ധിച്ചും രണ്ടുദാഹരണം പറഞ്ഞു. രണ്ടാമത്തെ ഉദാഹരണം അതിൽ കൂടുതൽ വെളിവാക്കേണ്ടതില്ല. മനസ്സിലായില്ല? ശങ്കരൻ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശാരീരിക ചേഷ്ടിതങ്ങൾ അത്രയും ഒരു സ്വപ്നത്തിൽ നടക്കുമെങ്കിൽ ജാഗ്രത്തിനേക്കാൾ സൂക്ഷ്മവും ജാഗ്രത്തിനേക്കാൾ ആഴമുള്ളതും ജാഗ്രത്തിനേക്കാൾ പ്രശ്നസങ്കുലവുമായ ഒരു സ്വപ്നത്തിലാണ് മാനവൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി ജീവിക്കാതെ പോകുന്നവൻ്റെ ജീവിത വൈകല്യങ്ങൾ അത്രയായിരിക്കും. ജീവിതം നമ്മൾ അതിനിസ്സാരമായിട്ട് ശരിയല്ല. ഓരോ ദൃശ്യങ്ങളും അത് സ്വപ്നത്തിൽ വടുക്കളായി വീഴുമെന്നും കാണുന്നത്, കേൾക്കുന്നത്, സ്പർശിക്കുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ അവയുടെ സ്വപ്ന ലോകത്തിൽ ജീവിക്കുമ്പോൾ ആയുർദൈർഘ്യം കുറയുമെന്നും രോഗങ്ങൾ കൂടുമെന്നും പ്രശ്നസങ്കുലങ്ങളായ ജീവിതമുണ്ടാകുമെന്നും തിരിച്ചറിയാത്തൊരു തലമുറയുടെ ജീവിത വൈകല്യങ്ങളുടെ ഏടുകൾ മാത്രമാണ് ആധുനികത. എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് തൊടണം, എന്തറിയണം, എന്തറിയരുത് എന്നെല്ലാം
കൃത്യമായ നിയമങ്ങളിലൂടെ മനസ്സിനെ കൃത്യമായി കൊണ്ടുപോയി അവയിൽ നിന്ന് വാസനകളും സ്വപ്നങ്ങളും ഉണ്ടാക്കാതെ ജീവിച്ച അസ്മാദൃശ്യരായ പൂർവികന്മാരുടെ സന്തതി പരമ്പരകൾ സ്വപ്നങ്ങളെ മെച്ചു വാസനകൾ ഉണ്ടാക്കി കുടുങ്ങി ദുഃഖാർത്തരായി സ്വപ്നവും ജാഗ്രതവും കളഞ്ഞു കുളിച്ച് തകരുന്നൊരു ചിത്രം. ഓം ഭദ്രം കർണേഭിः ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാർഷിഭിർയജത്രാഃ സ്ഥിരൈരംഗൈः സുഷ്ഠുവംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുः സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി.